ഹലോ ഗായ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഈ ഒരു പുതിയൊരാളെ കാണിച്ചു തരാനാണ്. തക്കാളീൻ്റെ ചെടി ചെറുതായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ വിത്ത് ഇട്ടിട്ട് പോലും ഇത് വളർന്നിട്ടില്ല, വരാറുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഏതോ കാക്കകൾ കൊണ്ടുവന്ന് ഇട്ട വിത്താണ് ഈ വളർന്നിരിക്കുന്നത്. ഇതുപോലെ തന്നെ പപ്പായ ആ സൈഡിൽ വരുന്ന കണ്ടോ, അതും ഇതൊക്കെ പപ്പായൻ്റെ ഇതാണ്. പപ്പായ ഒരുപാടുണ്ട് ഞങ്ങൾക്ക് ഇവിടെ തോട്ടത്തിൽ. അപ്പോൾ ഈ തക്കാളീൻ്റെ വലുത് ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. ഇതെല്ലാം കാക്ക കൊണ്ടുവന്ന് ഇടുന്ന വിത്തുകളുടെ ഇതാണ് പപ്പായ. ഇതിൻ്റെ വലുതാണ് ഈ കാണുന്നത്. തക്കാളി ഇട്ടത് ഇത് വലുതായി, ഇതുപോലെ കാക്ക കൊണ്ടുവന്ന് ഇട്ടതാണ്. അത് വലുതായി, അതിപ്പോൾ പൂവിട്ടിട്ടുണ്ട്. കാണുന്നുണ്ടോ? ഇതാണിപ്പോൾ പൂവിട്ടിരിക്കുകയാണ്. തക്കാളി ഇത്രയായി. ഇതുപോലെ തന്നെ കാക്ക കൊണ്ടുവന്ന് അതിൻ്റെ വിത്തിട്ട് അത് മുളച്ച് വലുതായതാണ്. നമ്മൾ ഇട്ടതിൽ പോലും വളരാറില്ല. ഇത് പിന്നെ നമ്മുടെ മാതളത്തിൻ്റെ തൈയാണത്. മാതളം ഒരുപാടുണ്ട്, അത് ഇങ്ങനെ മുളച്ചുകൊണ്ടിരിക്കുകയാണത്. ഇത് നമ്മുടെ ബട്ടർ ഫ്രൂട്ടിൻ്റെ തൈയാണിത്. ഇതും ഒരു പപ്പായൻ്റെയാണ്. ഇത് വളരാറില്ല നല്ലോണം, മണ്ണൊന്നുമില്ല അതിൻ്റെ ചോട്ടിൽ. ഇത് നമ്മുടെ വാഴത്തോട്ടമാണിത്. ഇതൊരു പപ്പായ, അതിനകത്ത് 2-3 കിടപ്പുണ്ട്. നമ്മുടെ ചെറിയൊരു വേപ്പിലേൻ്റെ തൈയാണ്. ഇത് ഇതുവരെയായിട്ടും വളർന്നിട്ടില്ല, ഇങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഡെയിലി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അടുത്ത് നമ്മുടെ മാങ്ങ മരം. അപ്പോൾ 1 വർഷമായി ഇത് പൂത്തിട്ട്. ഇപ്പോൾ അതേ മാങ്ങ ചെറുതായിട്ടൊക്കെ വരാൻ തുടങ്ങിയതിൽ മാങ്ങയൊക്കെ ഞങ്ങൾക്ക് പൂത്ത് തുടങ്ങി, മാങ്ങ വരാൻ തുടങ്ങി. ഈ മാസം നമുക്ക് ഈ മാങ്ങ സീസൺ ഒരുപാടുണ്ട്, മേളിലോട്ടൊക്കെ ഉണ്ട് ഒരുപാട്. കണ്ണിമാങ്ങയാണ്, ഇപ്പോൾ വലുതായിട്ടില്ല. ഇത് മുരിങ്ങട തൈയാണിത്. ഇത് വിത്തിട്ട് മുളപ്പിച്ചതാണ്. ഇത് വളർന്നിട്ടില്ല, വളരുന്നു. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ കപ്പട ഇതുണ്ട്. കപ്പ ഈ അടുത്ത് പറിച്ചതാണ്. ഇപ്പോൾ കപ്പ അതും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അതേ പപ്പങ്ങൻ്റെ വേറെയും തൈകൾ ഒരുപാടുണ്ട്. ഇത് പയറൊക്കെയാണ്. നമ്മുടെ ചീരയാണ് കറി വെക്കുന്നത്. ഇവിടെയുണ്ട് കേട്ടോ ഒരു വേപ്പില തൈ, ചെറിയൊരു ഇതാണ്. ഇതൊരു നെല്ലിക്കപ്പുളീൻ്റെയാണ്, പക്ഷേ ഇതിനകത്ത് നെല്ലിക്കയിലൊന്നുമില്ല, വെറുതെ മരം വളർന്നുണ്ട്. ഇതും കപ്പ തന്നെയാണ്. കപ്പ ഇത് ഒരുപാട് വലുതായി. അതിൻ്റെ മേളിൽ കാണുന്നത് മുരിങ്ങാക്കോലിൻ്റെ ഇതുണ്ട്. മുരിങ്ങ ഒരുമാതിരിയായി പൊളിഞ്ഞു പോയി. ഇനി കാണുന്ന അടക്കാമരമാണ്. അടക്കയുണ്ട്, അതിനകത്ത് ഒരുപാട് അടക്കയുണ്ട്. പിന്നെ ഈ കാണുന്നത് നമ്മുടെ നാരങ്ങ ചെടിയാണ്. എല്ലാം പോയി, ചെറിയ ഇലയും കൂടി ഉള്ളൂ, അത് വളരുന്നില്ല. അടുത്ത് തീ കത്തിച്ചാരണം അത് മൊത്തം വാടി. പിന്നെ അവിടെയും കപ്പങ്ങ.
ഇപ്പം നമ്മുടെ പറമ്പിലുള്ള തെങ്ങ്, മാങ്ങ, പ്ലാവ്, അടക്കാമരം, മുരിങ്ങാക്കോലെല്ലാം ഉണ്ട്. കപ്പ. അതൊക്കെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. ഈ 2 തെങ്ങിലും നമുക്ക് നല്ല തേങ്ങകൾ കിടക്കുന്നുണ്ട്. ഈ തെങ്ങിലാണെങ്കിൽ ഒന്നുമില്ല.